നമ്മളൊരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൽ പെട്ടെന്ന് മടുപ്പ് വരികയാണ്, കൺസിസ്റ്റൻസി ബ്രേക്ക് ആവുകയാണ്, അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. പക്ഷെ ഇതേ സമയത്ത് ഒരു ബാഡ് ഹാബിറ്റ് അല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൽ ഭയങ്കര കൺസിസ്റ്റന്റ് ആവാൻ കഴിയുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അവിടെയാണ് നമ്മുടെ ബ്രെയിനിൻ്റെ ഒരു നിയമം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബ്രെയിൻ എപ്പോഴും ഇഷ്ടം ചെറിയ എഫേർട്ടിൽ കൂടുതൽ പ്ലഷർ കിട്ടുന്നത് എന്തുണ്ടോ അതിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ഇപ്പം ഞാനിവിടെ സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ചെറിയ എഫേർട്ടിൽ എനിക്ക് നല്ല പ്ലഷർ കിട്ടുകയാണ്. ഇനി അതേ സമയത്ത് ഞാനൊരു പുസ്തകം വായിക്കുകയാണെങ്കിൽ ഞാൻ നല്ല എഫേർട്ടും എടുക്കണം, എനിക്ക് എത്ര പ്ലഷർ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ബ്രെയിൻ പറയൂ, പോയി സ്ക്രോൾ ചെയ്തോ, ഭയങ്കര പ്ലഷർ കിട്ടുന്നുണ്ട്, നമുക്ക് ഇങ്ങനെ മോട്ടിവേഷൻ തരും. പക്ഷെ എന്നാലും ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അതിന് ഒരു യൂണിവേഴ്സൽ ലോ മനസ്സിലാക്കിയാൽ മതി. നമ്മൾ ഇന്നൊരു വിത്ത് കുഴിച്ചിടുകയാണെങ്കിൽ അത് നാളെ ഒരു ഫ്രൂട്ട് ഉണ്ടാക്കി തരില്ല. ഒരു 2 ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ നമുക്ക് ഫ്രൂട്ട് ഉണ്ടാവില്ല, പകരം ഒരു വർഷമെങ്കിലും എടുക്കേണ്ടി വരും. ഇതേപോലെ നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന എന്ത് എലമെന്റ് ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം അത് നമ്മുടെ കൺസിസ്റ്റൻസി, നമ്മുടെ പേഷ്യൻസ് അതൊക്കെ ടെസ്റ്റ് ചെയ്യും. ഈ ഒരു ടെസ്റ്റിൽ പാസ് ആവുകയാണെങ്കിൽ അത് നമുക്ക് റിവാർഡ് കിട്ടും. നമ്മുടെ ലൈഫ് ആ ഒരു പോയിന്റിൽ മാറി മറിയുന്നുള്ളതാണ്. സോ ഇതാണ് ഇതിൻ്റെ പിന്നിലുള്ള സീക്രട്ട്. അതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അതിൽ പരമാവധി കൺസിസ്റ്റന്റ് ആവുക, അത് തുടർന്ന് ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്.